എത്ര ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണെങ്കിലും ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ മനസ്സൊന്ന് പതറാം, ഒന്ന് തളരാം. എന്നാൽ ആ നിമിഷങ്ങളിൽ ജീവിതത്തിൻ്റെ ദിശ മാറ്റുവാൻ ഒരു വാക്കിന് കഴിയും. പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടിവിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചന പ്രഘോഷണ പരമ്പരയുടെ 51ാമത്തെ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എനിക്ക് അറിയാവുന്ന ഒരു കുടുംബമുണ്ട്. കുലീനമായ ഒരു കുടുംബം, വലിയ സ്നേഹത്തോടെ ജീവിത പങ്കാളി മക്കളുമൊക്കെ ഈശ്വര വിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബം. അങ്ങനെ വിവാഹപ്രായമെത്തിയ മകളെ വിവാഹം കഴിപ്പിച്ച് അയക്കുകയാണ് ഒരു വീട്ടിലേക്ക്. ആ വീട്ടിൽ ചെന്നപ്പോഴും വലിയ സന്തോഷത്തോടെ ആ മകൾ ജീവിതം ആരംഭിക്കുക. എന്നാൽ അവരുടെ സന്തോഷം അത്രയധികം നീണ്ടു നിന്നില്ല. കാരണം ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജീവിത പങ്കാളിക്ക് ക്യാൻസറാണ്, അത് 4ാമത്തെ സ്റ്റേജിലാണെന്ന് അറിയുകയാണ് ചെയ്യുന്നത്. ഇത് വലിയൊരു വിഷമമാണ്. നമുക്കറിയാലോ, വലിയ പ്രതീക്ഷയോടുകൂടെ പ്രവേശിച്ച ഒരു ജീവിതം, പെട്ടെന്ന് ജീവിത പങ്കാളിയുടെ രോഗം ആ കുടുംബത്തെയും അവരുടെ കൂട്ടുകുടുംബങ്ങളെയെല്ലാം വലിയ ദുഃഖത്തിലാഴ്ത്തും, വ്യതയിലാഴ്ത്തും. ഇങ്ങനെ പോകുന്ന അവസരങ്ങളിൽ ഈ സഹോദരി ഈ മകനെ ശുശ്രൂഷിക്കുവാനായിട്ട് ജോലിയിൽ നിന്ന് ലീവൊക്കെ എടുത്ത് വരിക സ്വാഭാവികമായിരുന്നു. ഏതാനും മാസങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ ഈ സഹോദരിയോട് പറയുകയാണ്, എനിക്ക് ഇത്രയൊക്കെ ഇനി ജീവിതമുള്ളൂ, വൈദ്യശാസ്ത്രം ഇത്രയൊക്കെയാണ് എനിക്ക് ജീവിതം തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഭാവി വലുതാണ്, നീ ജോലിക്ക് തിരിച്ചു പോകണം, അപ്പനും അമ്മയുമൊക്കെ എന്നെ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞു. എനിക്ക് ഇതിനോട് സ്നേഹമുണ്ട്, സ്നേഹമുള്ളത് കൊണ്ടാണ് പറയുന്നത്, തിരിച്ചു പോകണം, പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് എന്നെ വിളിച്ചാൽ മതി, പതുക്കെ വേറൊരു ജീവിതത്തിലേക്ക് നീ പ്രവേശിക്കണം, നിന്റെ ജീവിതം ഒരുപാടുണ്ട്, അത് ജീവിച്ച് തീർക്കണം, എന്നെ ഓർത്ത് വിഷമിക്കരുത് എന്ന് ഈ സഹോദരൻ പറയുകയാണ്. വലിയ വിഷമമായി ഇത് കേട്ടപ്പോൾ ആ സഹോദരി അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അങ്ങയോടൊപ്പം എന്നും ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എത്ര നിർബന്ധിച്ചിട്ടും വേറൊരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല. കുറച്ച് നാളുകൾ കഴിഞ്ഞു, ആശുപത്രിയിൽ നിന്ന് ലീവുകളൊക്കെ കിട്ടാതായി, അവസാനം റിസൈൻ ചെയ്ത് ഈ മകനെ ശുശ്രൂഷിക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചെത്തി. ഡോക്ടേഴ്സൊക്കെ അധികം നാളുകളൊന്നും പറഞ്ഞില്ല. പക്ഷേ ആ മനസ്സിന് ലഭിച്ച വലിയ ഒരു ശക്തിയുണ്ടല്ലോ, ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടാകുമെന്ന ഒരു ആശ്വാസ വാക്ക് ആ സഹോദരനെ വലിയ സന്തോഷത്തിലേക്ക് എത്തിച്ചു. ഈ ജീവിതത്തിൻ്റെ വേദനകളൊക്കെ ഒന്ന് സഹിക്കുവാനായിട്ട് അദ്ദേഹത്തിന് ശക്തി കൊടുത്തു. ഉള്ളിൻ്റെ ഉള്ളിൽ പ്രയാസമുണ്ടെങ്കിലും കൂടെയുള്ളവരെ വേദനിപ്പിക്കരുത് എന്ന് കരുതിക്കൊണ്ടാണ് ഇദ്ദേഹം ഈ വാക്കുകളും ഈ ഒരു തീരുമാനമൊക്കെ എടുക്കാനായിട്ട് പറഞ്ഞത്. പക്ഷേ മനസ്സിലാക്കിക്കൊണ്ട് ജീവിത പങ്കാളി അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം വരെ കൂടെ നിന്നു. സ്നേഹമുള്ളവരെ, ചില സ്നേഹത്തിൻ്റെ മുൻപിൽ, ചില ജീവിതങ്ങളുടെ മുമ്പിൽ ഞാനും നിങ്ങളുമൊക്കെ തലകുനിക്കേണ്ടി വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരു വാക്കിന് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദിശയെ മാറ്റിച്ചലിപ്പിക്കുവാൻ സാധിക്കുമെന്ന് നമുക്കറിയാം. തളർന്ന മനസ്സുകളെ പുനരുജ്ജീവിപ്പിക്കുവാൻ ഒരു വാക്കിന് സാധിക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാക്കുകൾ എത്രയോ ശക്തിയുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വചനമുണ്ട്. ജോഷുവയുടെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ വചനത്തിലെ ബി പാർട്ട്. ആ ബി പാർട്ട് പറയുന്നത് ഇപ്രകാരമാണ്: നീ എവിടെയൊക്കെ പോയാലും ദൈവമായ കർത്താവായ ഞാൻ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, ഇതാണ് ആ വചനം നൽകുന്ന ഉറപ്പ്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ധാരാളം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച നിമിഷങ്ങൾ ധാരാളമാണ്. എന്നാൽ
വേദനയേറിയ തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ ഈ വചനം കൂടെ ഉണ്ടായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 1-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രകാശം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ പ്രകാശം ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചു. നമുക്കറിയാം ഒരു വചനത്തിൻ്റെ, ഒരു വാക്കിൻ്റെ ശക്തി എന്ന് പറയുന്നത്. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ പാപിനിയായ ഒരു സ്ത്രീയെയും കൊണ്ട് കുറച്ചു പേര് ഈശോയുടെ അടുക്കൽ എത്തുകയാണ്. നമുക്കറിയാലോ, മനുഷ്യരുടെ കുറവുകളൊക്കെ പറഞ്ഞ് അത് ആഘോഷിക്കുവാനായിട്ട് ശ്രമിക്കുന്ന മനുഷ്യൻ്റെ പ്രവണതയെക്കുറിച്ച്. ഈശോയുടെ അടുക്കലെത്തിയപ്പോൾ ഈശോ എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. ആ സ്ത്രീയെ ഒന്ന് നോക്കി, അതിനുശേഷം ഈശോ കുനിഞ്ഞിരുന്ന് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയോട് പറഞ്ഞ ഒരു വാക്കുണ്ട്: സ്ത്രീയെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ ഇനിമേൽ പാപം ചെയ്യരുത് എന്ന്. ഒരൊറ്റ വാക്ക് മാത്രമേ ഈശോ പറഞ്ഞുള്ളൂ. ഇനി ആ സ്ത്രീയുടെ ജീവിതം നമുക്കറിയാം, സുവിശേഷത്തിൽ അത് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈശോ ഇത് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വലിയൊരു വിചാരണയിലൂടെ പോവുകയും അങ്ങനെ വലിയ ഒരു സംഭവവികാസം അവിടെ സൃഷ്ടിക്കുകയും ചെയ്യുമായിരുന്നെങ്കിൽ ഈ സ്ത്രീ ഒരു വലിയ ആത്മീയ അനുഭവത്തിലേക്ക് വരികയില്ലായിരുന്നു. എന്നാൽ നിശബ്ദമായ ഒരു കേൾവി, ഒരു നോട്ടം, ഒരു വാക്ക്, അത് ആ സ്ത്രീയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇനി കർത്താവിൻ്റെ ശവകുടീരത്തെങ്കിൽ ആദ്യം എത്തുക അവളാണ്. കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതും ആദ്യം അവൾക്ക് തന്നെയാണ്. സ്നേഹമുള്ളവരെ, ഒരു വാക്കിൻ്റെ ശക്തി അത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ദിശ മാറ്റിമറിക്കുമെന്നുള്ളത് ഉറപ്പാണ്. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ദിനങ്ങളിൽ ആത്മഹത്യകളും വിഷാദ രോഗത്തിലേക്ക് നിബന്ധിക്കുന്ന വ്യക്തികളുടെയും ഒക്കെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചില വാക്കുകൾ ഏൽപ്പിച്ച മുറിവുകൾ, വേദനകൾ, അവയൊക്കെയാണ് ഒരു പരിധിവരെ അവരെയൊക്കെ ഇതിലേക്ക് നയിക്കുവാനായിട്ട് നിദാനമായത്. മനഃശാസ്ത്രപരമായ പല കാരണങ്ങളും പിന്നിലുണ്ട്. എന്നാൽ ഇങ്ങനെ പോകുന്ന വ്യക്തികളിലേക്ക് ഒരു സ്വാന്തന വാക്കായി, ഒരു തണലായി കടന്നു ചെല്ലുവാൻ സാധിച്ചാൽ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ദിശ മാറ്റിമറിക്കുവാൻ നമ്മൾക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, നെഗറ്റീവ് വാക്കുകൾ നെഗറ്റീവായിട്ടുള്ള ഊർജം പ്രദാനം ചെയ്യുന്നത്. അത് വിഷാദത്തിലേക്കും മൗനത്തിലേക്കും ആത്മഹത്യ പ്രവണതകളിലേക്കും നയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് കിട്ടാതെ വന്നു കഴിയുമ്പം മനസ്സ് വലിയ വേദനയിലൂടെ, വ്യതയിലൂടെ പോവുകയാണ്. സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തേങ്ങല് അവിടെയുണ്ട്, ഒരു ടേസ്റ്റ്, ഒരു ദാഹം അവിടെയുണ്ട്. അത് ലഭിക്കാതെ വന്നു കഴിയുമ്പം മനസ്സ് പതുക്കെ പതുക്കെ തകരുന്ന, തളരുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഒരു ടീനേജർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി, നന്നായിട്ട് പഠിക്കും, എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസിലൊക്കെ ധാരാളം പങ്കെടുക്കുന്ന ഒരു കുട്ടി. എന്നാൽ ജീവിത സാഹചര്യങ്ങളിൽ വലിയ വ്യതയിലൂടെ കടന്നുപോയ ഒരു കുട്ടി. വീടിനെ കുറിച്ച് ചിന്തിക്കുമ്പം വലിയ വിഷമമാണ്. കാരണം കുടുംബത്തിൽ നിന്ന് കിട്ടിയ സ്നേഹമോ പരിഗണനയോ ഒന്നും ലഭിച്ചിട്ടില്ല. എപ്പോഴും മാതാപിതാക്കൾ തമ്മിൽ കലഹമാണ്. ഈ കുട്ടീനെ അത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും കലഹത്തിൻ്റെ ഒരു നെഗറ്റീവ് എനർജി മാത്രം നൽകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു കുടുംബത്തിൽ. ഈ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അധ്യാപകരത് ശ്രദ്ധിക്കുമായിരുന്നു. ഇവളുടെ കഴിവുകളൊക്കെ അധ്യാപകർക്ക് അറിയാമായിരുന്നു. പതുക്കെ അവളോടൊപ്പം ഇരുന്ന് ആ വേദനകളൊക്കെ കേൾക്കുവാനും ആശ്വസിപ്പിക്കുവാനും
പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ശ്രമിച്ചു. പതുക്കെ പതുക്കെ ഒരു വെളിച്ചം പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വാക്കുകളിലൂടെ ആ കുട്ടിയിലെ കഴിവുകളൊക്കെ കണ്ടെത്തി, നിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്, സാരമില്ല, ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ പറ്റുമെന്ന വലിയ ഒരു ശക്തി കൊടുത്തു, സ്നേഹം കൊടുത്തു, സ്വാന്തനം കൊടുത്തു. അങ്ങനെ പതുക്കെ പതുക്കെ ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറുന്ന അവസ്ഥ. സ്നേഹമുള്ളവരെ, ഇതാണ് വാക്കുകളുടെ ശക്തി. ആ വാക്കുകളിൽ കരുതലുണ്ട്, സ്നേഹമുണ്ട്, വളർത്താനുള്ള ഒരു വലിയൊരു മനസ്സുണ്ട്. ഇത് മാത്രം മതി ദൈവം നമ്മോടൊപ്പം വസിക്കുവാൻ. പോസിറ്റീവ് വാക്കുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിന് ഉണർവും ഓജസ്സും പ്രദാനം ചെയ്യുന്നു. എന്നാൽ നെഗറ്റീവായിട്ടുള്ള വാക്കുകളും സംസാര ശൈലികളുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ മൗനത്തിലേക്ക്, വിഷാദാത്മകതയിലേക്ക് ആഴ്ത്തുകയാണ് ചെയ്യുന്നത്. മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: നെഗറ്റീവ് വാക്കുകൾ കേൾക്കുന്നവർക്ക് മാനസിക സമ്മർദ്ദം ഏറുകയും ആത്മവിശ്വാസം കുറയുകയും ചെയ്യുമെന്നാണ്. സ്നേഹപൂർവമുള്ള വാക്കുകൾ കേൾക്കുന്നവർക്ക് ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുക ചെയ്യുന്നത്. ആ സമയത്ത് ശരീരത്തിലെ ഹാപ്പിനെസ് ഹോർമോണുകൾ ഉയരും, ജീവിക്കുവാനുള്ള ശക്തി, ഓജസ് പ്രദാനം ചെയ്യുമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ചുറ്റുമുള്ള വ്യക്തികളോട് നല്ല വാക്കുകൾ, അവരെയൊക്കെ വളർത്തുന്ന രീതിയിലുള്ള വാക്കുകൾ പറയുവാനായി നമ്മൾക്ക് ശ്രമിക്കാം. ആരെങ്കിലും ഒരു കാര്യം ചെയ്തു തരുമ്പോൾ താങ്ക്സ് അല്ലെങ്കിൽ നന്ദി എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. മലയാളികളെയൊക്കെ അപേക്ഷിച്ച് പുറത്ത് വിദേശത്ത് ജീവിക്കുന്നവരൊക്കെ ഈ വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. എത്ര ചെറിയ കാര്യമാണ് ചെയ്തു തന്നെങ്കിൽ പോലും താങ്ക്സ്, നന്ദി എന്ന് ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അവിടെ വലിയൊരു ഊർജമാണ് കൊടുക്കുന്നത്. ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നു. കുറേ നേരം അദ്ദേഹത്തിൻ്റെ വേദനകളും വിഷമതകളുമൊക്കെ എന്നോട് പങ്കുവെച്ചു. ഏകദേശം 2-2.5 മണിക്കൂർ ആ വേദനകളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെക്കുക. ഇത് കേട്ടപ്പോൾ എനിക്കൊന്നും തിരിച്ചു പറയുവാനായിട്ട് സാധിച്ചില്ല. കാരണം ചില വാക്കുകൾക്ക് ആരെയും ആശ്വസിപ്പിക്കുവാനായി സാധിക്കത്തില്ല. നമ്മുടെ സാന്നിധ്യമാണ് ഏറ്റവും വലുത്. ആ വേദന, ആ വ്യക്തിയുടെ ശരീരത്തിലെ എക്സ്പ്രഷൻസ് എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം എത്രമാത്രം വേദനയിലൂടെ കടന്നുപോയി എന്ന്. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്: എന്നെ ഇത്രയും നേരം കേട്ടിരുന്നില്ലേ, എനിക്ക് വലിയൊരു ആശ്വാസമായി. എന്നെ ഇത്രമാത്രം കേട്ടിരുന്നില്ലേ ഇത്ര സമയം, അത് മാത്രം മതി, എൻ്റെ മനസ്സിന് ഒരു ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് നന്ദിയുടെ ഒരു വാക്ക്. സ്നേഹമുള്ളവരെ, ഇത്രയേ ഉള്ളൂ ജീവിതം. ചില വാക്കുകൾക്ക് അല്ലെങ്കിൽ ചിലരെ കേൾക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയം, അതൊക്കെ വിലപ്പെട്ടതാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വലിയൊരു ശക്തി അവരിലേക്ക് നിർഗളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ജീവിതത്തിൽ എത്ര പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും അവയൊക്കെ തരണം ചെയ്യുവാനുള്ള ഒരു ശക്തി ലഭിക്കുകയാണ് നമ്മിലൂടെ ചെയ്യുന്നത്. നമുക്കറിയാം, തെറ്റുകളും കുറവുകളുമില്ലാത്ത മനുഷ്യരില്ല എന്ന്. ഇനി തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇടയായി എന്നൊക്കെ മനസ്സിലായാൽ സോറി എന്ന് പറയുന്നത് എളുപ്പമാണ്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിക്കൊണ്ട് അത് ചെയ്ത് തെറ്റായിപ്പോയെന്ന വലിയൊരു ബോധ്യം നമുക്കുണ്ടായി അതിനുശേഷം ആ വ്യക്തിയുടെ അടുക്കൽ ചെന്ന്, ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് എനിക്കറിയാം, ക്ഷമിക്കണം, ഞാൻ എന്തു വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറയുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന, ആ കുടുംബങ്ങളിലുണ്ടാകുന്ന മാറ്റം വലുതാണ്. അത് മനുഷ്യർക്ക് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ്. ക്ഷമിക്കാനുള്ള ധൈര്യം എന്ന് പറയുന്ന എപ്പിസോഡിൽ ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നതാണ്. സ്നേഹമുള്ളവരെ, അങ്ങനെ ക്ഷമിക്കുമ്പോൾ, ക്ഷമ ചോദിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന ഒരു ശക്തി, പ്രത്യേകിച്ച് ആ വ്യക്തി ഒന്ന് ചിരിക്കുമ്പോൾ,
ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ, സാരമില്ല കേട്ടോ ഞാനെല്ലാം മറന്നുപോയി എന്ന് പറയുമ്പോൾ ജീവിതം മാറി മറിയുകയാണ് ചെയ്യുന്നത്. ആ മാപ്പ് ചോദിച്ച വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ വേദനകളൊക്കെ ആ നിമിഷം പതുക്കെ പതുക്കെ ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. വലിയൊരു ബന്ധം അവിടെ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന ഒരു വാക്ക്. നമ്മളൊക്കെ സ്നേഹിക്കുന്നുണ്ടാവാം. സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ട് ഒരു വലിയ വിഷമമാണ്, പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് മക്കളോട് പോലും. ഒരു നല്ലൊരു സിനിമ കണ്ടത് ഞാൻ ഓർക്കുകയാണ് ചെയ്യുന്നത്. അതിലിങ്ങനെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരു അമ്മയും മകനും. അമ്മ വീൽ ചെയറിലാണ്. ജീവിത പങ്കാളിയുടെ മരണശേഷം അമ്മ വീൽ ചെയറിലാണ്. മാനസികമായി തളർന്ന ഒരവസ്ഥയാണ്. ഈ മകൻ ഏകദേശം +2 പഠിക്കുന്ന സമയമാണ്. അമ്മയെ ശുശ്രൂഷിക്കുന്നൊക്കെയുണ്ട്. അമ്മയുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവാണ് ഈ കുട്ടി. എന്നാൽ അവൻ്റെതായ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പം ചിലത് കാണാനും ചിലത് വായിക്കാനും ഒക്കെ അവൻ ശ്രമിച്ചു. അപ്പോൾ അവൻ വായിക്കുന്ന ഒരു പുസ്തകം അമ്മയുടെ ദൃഷ്ടിയിൽ പെടുകയാണ് ചെയ്തത്. അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ അവനോടൊന്നും പറഞ്ഞില്ല. അമ്മ ആ പുസ്തകം കയ്യിലെടുത്ത് അവനെ നോക്കുന്നത് കണ്ടപ്പോൾ അവന് വലിയ ഒരു വേദനയായി. പെട്ടെന്ന് ആ പുസ്തകം അവൻ മാറ്റി നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ അമ്മയുടെ അടുക്കിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അവനൊന്നും മിണ്ടുന്നില്ല. നിശബ്ദമായി അമ്മയുടെ മുമ്പിലിരിക്കുകയാണ്. അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ്. ആ സമയം ആ അമ്മ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു ചിത്രം. അത് ആ മകൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഞാനും നിങ്ങളുമൊക്കെ പറയാനായിട്ട് മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. സ്നേഹിക്കുന്നുണ്ടാവാം, എന്നാൽ അതെല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ അവിടെ വലിയൊരു ആർദ്രതയുണ്ട്. അവിടെ വലിയൊരു അത്ഭുതമാണ് സംഭവിക്കുക. അതോടൊപ്പം തന്നെ ചില സാഹചര്യങ്ങളിൽ ചില വ്യക്തികളോട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, അത് ചെയ്യുവാൻ നിനക്ക് സാധിക്കുമെന്ന് പറയുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ് അവരിൽ കാണുവാൻ സാധിക്കുക. ഞാനൊരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ അടുക്കൽ സ്റ്റാഫ് ധാരാളമുണ്ട്. ചില കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുമ്പം, അച്ഛാ അത് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയും. ഞാൻ പറയും, സാരമില്ല, പറ്റുന്നത് പോലെ ചെയ്താൽ മതി. പക്ഷേ അത് അങ്ങേക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുമ്പം ആ കണ്ണുകളിലേക്ക് നോക്കുമ്പം വലിയൊരു പ്രത്യാശ അവരുടെയൊക്കെ ജീവിതങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഒരു വാക്കിന് ജീവിതത്തിൻ്റെ ദിശ മാറ്റുവാനായി സാധിക്കും. അതോടൊപ്പം തന്നെ ചില സാഹചര്യങ്ങളിൽ ചില വ്യക്തികളൊക്കെ കടന്നു പോകുമ്പോൾ, ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് താത്വികമായി അങ്ങനെ പറയാം, പ്രായോഗിക ജീവിതത്തിൽ എത്രമാത്രം എന്നുള്ളതാണ്. എങ്കിൽ പോലും ഒരു ഇമോഷണൽ സപ്പോർട്ട്, എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയൊരു ശക്തിയാണ് അവർക്ക് കൊടുക്കുക. അതുകൊണ്ടാണല്ലോ ബൈബിളിൽ 300-ലധികം തവണ ദൈവം നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങളിലൂടെ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പം ഒരുപക്ഷെ നമ്മൾ തന്നെ അല്ലാതായിത്തീരുന്ന ഒരു നിമിഷം, ഈ സമയത്തും ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ വാക്കുകളിലൂടെ നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ടവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട്, സ്വാന്തനം പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കാം. യാത്രയൊക്കെ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നവരോട്, നീ സന്തോഷമായിട്ട് പൊക്കോ, നിനക്കൊന്നും വരില്ല, നിനക്കെല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കും, ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്ന ഒരു ഉറപ്പ് കൊടുക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷയാണ് അവർക്ക് ലഭിക്കുന്നത്. ഒരു മകൻ്റെ അല്ലെങ്കിൽ മകളുടെ മുഖത്തേക്ക് നോക്കി ഒരമ്മ എന്നും പറയുകയാണ്, മോനെ മോളെ, നീ വലിയ ഒരു വ്യക്തിയായി തീരുമെന്ന് പറയുമ്പോൾ, വലിയ നിലകളിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ പതുക്കെ പതുക്കെ ആ കുഞ്ഞിളം മനസ്സിൽ അവളുടെ ഭാവി നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ
വാക്കുകൾക്ക് മനുഷ്യൻ്റെ ദിശ മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കും. ഒരു വാക്കിന് മനുഷ്യനെ വളർത്താനും തളർത്താനും കഴിയും. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, ഞങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വളർത്തുന്ന രീതിയിൽ ഉപയോഗിക്കുവാൻ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വാക്കുകൾ മൂലം ആരെങ്കിലും വേദനിച്ചെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഓരോ വാക്കിനും കൂടെയുള്ളവരുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റുവാൻ സഹായം തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.